Hi friends, welcome back to my channel. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്നത്തെ അൺബോക്സ് ചെയ്യുന്ന ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹെഡ്ഫോൺ ആണ്. MI എന്ന കമ്പനിയുടെ ഒരു ഹെഡ്ഫോൺ ആണ്. സാധാരണ നമ്മുടെ MIയുടെ ഒരു നോർമൽ ലെവലുള്ള ഫോണൊക്കെ വാങ്ങണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഹെഡ്ഫോൺ ഒന്നും ലഭിക്കുകയില്ല. MIയുടെ ഒട്ടുമിക്ക ഫോണിൻ്റെ കൂടെയും ഹെഡ്ഫോൺ നൽകുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റു പല കമ്പനികളുടെ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഫോണ് വർക്ക് ചെയ്യിപ്പിക്കാറ്. അപ്പോൾ നമുക്ക് MIയുടെ തന്നെ ഹെഡ്ഫോൺ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെഡ്ഫോണിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് MIൻ്റെ ഒരു ബോക്സിന് പുറത്തായിട്ട് ഹെഡ്ഫോണിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് MI ഇൻ ഇയർ ഹെഡ്ഫോൺ ബേസിക് എന്നും അതുപോലെ ഇതിൻ്റെ കുറച്ച് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഫുള്ള് ചൈനീസ് ലാംഗ്വേജിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ അതിന് ഒരു കവറിനുള്ളിലായിട്ട് ഈ ഒരു ഹെഡ്ഫോണാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വെച്ച് ബോക്സിൽ വേറെ എന്തെല്ലാം ഇടുന്നത് നോക്കാം. പിന്നെ വരുന്നത് ഒരു യൂസർ മാനുവലാണ്. പക്ഷേ ഇത് ഫുള്ള് ചൈനീസ് ലാംഗ്വേജാണ്. നമുക്ക് വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട. നല്ലൊരു ഡിസൈൻ ഹെഡ്ഫോൺ ആണിത്. സാധാരണ ഹെഡ്ഫോണിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് MI ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു നിക്കിൾ പ്ലേറ്റഡ് എലമെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസൈനും തന്നെ പുതുമയുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിന് നമ്മുടെ പ്ലസ് മൈനസ് ബട്ടൺ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ആകെ ഒരു സിംഗിൾ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. അത് കോള് അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുമായിട്ടാണ്. പിന്നെ ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3.5mm ഓഡി ജാക്കറ്റ് ആണ്. അതൊരു സിൽവർ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു MI എന്നൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ഒരു ഹെഡ്ഫോണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.25 മീറ്റർ ആണ്. കൂടാതെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വയർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു റബ്ബർ ഡിസൈനൊക്കെ ആയിട്ട്. നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗ്രേ കളറാണ്. അതുപോലെ ഇതിന്റെ ഈ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു ബഡ്സ് ഇതിൽ തന്നെ സൈഡിലായിട്ട് റൈറ്റ് ലെഫ്റ്റ് എന്നിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെവിയിലൊന്ന് ഇത് കണക്ട് ചെയ്ത് നോക്കാം എത്രത്തോളം ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. കൂടാതെ തീരെ ഭാരമൊന്നും തോന്നുന്നില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ്. ചെവിയിൽ ഇരിക്കുന്നത് കാണാനും തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മൈക്ക് എൻ്റെ സാധാ മൈക്കിൽ നിന്നും ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്കിലേക്ക് ഞാൻ കണക്ഷൻ മാറ്റുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു MIൻ്റെ മൈക്കിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു മൈക്ക് ഞാൻ പഴയ എൻ്റെ മൈക്കിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്ക് ക്വാളിറ്റി കാണാൻ സാധിക്കുന്നത്. MIയുടെ തന്നെ ഒരു ഹെഡ്ഫോൺ ഉള്ളതുകൊണ്ട് നമുക്ക് MI ഫോണുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് കമ്പനി ഹെഡ്ഫോൺ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റിന് ആമസോണിൽ വരുന്ന വില 680 രൂപയാണ്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ ഖത്തറിലുള്ളവർക്ക് ഇത് ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യുന്നതിനുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസും ഞാൻ അതിൻ്റെ വിലയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു MIൻ്റെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്